അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതിയാൽ ഈ ലോകം അവസാനിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഫൈദാ നുഫിഖ ഫിസ്സൂരി നഫഖത്തുൻ വാഹിദാ വഹമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദാ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ ആകാശം പൊട്ടിപ്പിളരലായി, പർവ്വതങ്ങൾ തകർന്ന് ധരിപ്പണമാകലായി, വൃക്ഷങ്ങൾ മുഴുവനും പിടിച്ച് താഴോട്ട് വീഴലായി, നക്ഷത്രങ്ങൾ മുഴുവൻ ഉയർന്ന് താഴോട്ട് വീഴുന്നു, പർവ്വതങ്ങൾ മുഴുവനും അപ്പൂപ്പൻ താടി പോലെ അന്തരീക്ഷത്തിലൂടെ പാറി പറന്ന് നടക്കുമ്പോ ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ ഭൂമി കിടുകിടാവിളക്കാൻ തുടങ്ങി, എല്ലാം തകർന്ന് തെരിപ്പണമാവുകയാണ്. തകർച്ച നൽകുകയാണ്. എല്ലാം തകർന്ന് ധരിപ്പണമായി ചിതറിത്തെറിക്കുന്ന ഭൂമി, പറന്ന് നടക്കുന്ന പർവ്വത ശിഖരങ്ങൾ, കത്തിക്കപ്പെടുന്ന സമുദ്രത്തിരമാലകൾ, ഉതിർന്നു വീഴുന്ന നക്ഷത്രകോടികൾ, ചത്തൊടുങ്ങുന്ന മനുഷ്യജാലങ്ങൾ, നിലവിളിക്കുന്ന നാൽക്കാലികൾ, എല്ലാം ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം തകർന്ന് ധരിപ്പണമായി, വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയായി. ശ്രദ്ധ വിട്ടുപോവുകയേ ചെയ്യരുത്. എന്റെ കൂടെ വരണം. ഇൻഷാല്ലാ വരുമോ? എന്റെ കൂടെ വരണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ മാറരുത്. നേരെ എന്നെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ഇടയിൽ ഒന്നുമില്ല. എല്ലാം തകർന്ന് കരിപ്പണമായി, മലക്കുകളെല്ലാം മരിച്ചു, അള്ളാഹു മാത്രം ബാക്കി. ഇനി രണ്ടാമത് പരലോകം തുടങ്ങുന്നപ്പോഴാ, ഫസഉൽ അക്ബർ തുടങ്ങുന്നപ്പോഴാ രക്തസാക്ഷികൾക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്ന കാര്യം ഈ ഫസഉൽ അക്ബർ. അപ്പൊ ഫസഉൽ അക്ബർ എന്താണെന്നറിയണ്ടേ? അതറിയണമെങ്കിൽ ഇസ്രാഫീൽ രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഉറങ്ങാണ്. ഇസ്രാഫീൽ രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ മൈക്കിന് ഇന്നലത്തെ ഒരു സുഖമില്ല. എന്താ സൗണ്ട് കൂട്ടി വെക്ക്. ബോക്സ് അടിച്ചു പോയാൽ പോട്ടെ, എല്ലാം കാശുള്ളവരാ മേടിച്ചത്. ബോക്സ് പോകുന്നത് എല്ലാം മേടിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹിഷറ പറയുമ്പോ മൈക്കൊക്കെ ഇടിച്ചങ്ങട് കയറും, ഇല്ലെങ്കിൽ മഹിഷറ ആവൂല. അപ്പൊ ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ രണ്ടാമതൊന്നുകൂടി ആളുകൾ പരലോകത്തേക്ക് എഴുന്നേക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നതിന് തൊട്ടുമുമ്പ് ഊതിയിട്ടില്ല. ഇപ്പൊ രണ്ടാമത് ഊതിയിട്ടില്ല കേട്ടാ, മനസ്സിൽ അങ്ങനെ വെച്ചോണം. ഇസ്രാഫീൽ രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഊതിയിട്ടില്ല. ഒന്നാമത് ഊതിയിട്ട് എല്ലാവരും കബറിന്റെ ഉള്ളില്, എല്ലാരും കബറിന്റെ ഉള്ളില്. പിന്നെ ഇസ്രാഫീൽ ഊതിയ കബറിന്റെ ഉള്ളിലല്ല, പിന്നെ എവിടെ കിടക്കണം? കബറിന്റെ ഉള്ളിൽ എല്ലാരും കിടക്കുക. എല്ലാ മലക്കുകളും മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം 4 മലക്കുകളെ അല്ലാഹു പുനർജീവിപ്പിക്കും. ഇസ്രാഫീൽ ഊതിയിട്ടില്ല. ഊതുന്നതിന് മുമ്പ് ആദ്യം എഴുന്നേൽക്കുന്ന 4 മലക്കുകൾ. 1 ഇസ്രാഫീൽ, 2 മീകായിൽ, 3 അസ്റായീൽ, 4 ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 4 മലക്കുകൾ. 4 മലക്കുകൾ. മലക്കുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ നമ്മൾ? മലക്കുകൾ ഒരു വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ഒരു വിഷയം തയ്യാറാക്കുന്നുണ്ട്. മലക്കുകളെ കുറിച്ച് മാത്രം. അള്ളാഹുവിന്റെ പട്ടാളം, ജുനൂദുർ റഹ്മാൻ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. ഈ ദുനിയാവിൽ എത്ര മലക്കുകൾ ഉണ്ടെന്ന്, അള്ളാഹുടെ പട്ടാളം എത്രയാണെന്ന് നിനക്കറിയില്ലെന്ന് ഖുർആൻ. മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പണ്ട് കാലത്ത് മദ്രസയിലൊക്കെ പോകുമ്പോ ഉസ്താദന്മാര് പഠിപ്പിച്ചു തരും. പക്ഷെ ഇപ്പൊ നമുക്കത് ഓർമ്മയില്ല. ഇപ്പൊ എല്ലാം ആ പഴയ ഓത്തുപള്ളി ഉണ്ടല്ലോ, പഴയ ഓത്തുപള്ളിയില് 10 കിതാബ് കഷത്തിൽ വെച്ച് പഴയ ആടുന്ന ബെഞ്ചിൽ പോയി നിൽക്കുമ്പോ മൊല്ലാക്ക പഠിപ്പിച്ചു തരും. ആ ഒരു ഓത്തു വല്ലാത്ത ഓത്ത. അന്ന് വലിയ താളത്തിൽ പഠിപ്പിച്ചു തരും. തഫ്സീലു അശരിഫ് മിൻഹുമു ജിബ്രീലു മീകായിൽ ഇസ്റാഫീലു അസ്റായീലു.
منكر نكير وارقيب وكذا عبيد مالك ورضوان الهدى. 10 മലക്കുകൾ. അത് പഠിച്ചു നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മാത്രം ഒരു 5 ദിവസം വേണം. അത്രയ്ക്ക് വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വിഷയം ഞാൻ ഒരിക്കൽ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴേലും കാസർഗോഡ് വരുമ്പോഴാവട്ടെ. കാസർഗോഡ് ഞാൻ വരല് വളരെ കുറച്ചിരിക്കുകയാണ്, വളരെ കുറച്ച്. ഇപ്പൊ ഏതാണ്ട് ഒരു പരങ്ങാനത്ത് വന്നതിന് ആദ്യത്തെ പരിപാടിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നുമില്ല, എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾക്ക് എന്നോടും ഭയങ്കര സ്നേഹം. ആ സ്നേഹം മരണം വരെ നിലനിൽക്കാൻ വേണ്ടിയ പരിപാടി ഞാൻ കുറച്ചു, അല്ല വേറെ ഒന്നും കൊണ്ട്. ആ സ്നേഹം എന്നും നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരട്ടെ. രണ്ടാമത് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വല്ലാത്ത യാത്ര, ഇങ്ങോട്ടുള്ള യാത്ര. അത് എനിക്ക് അക്കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട്. എന്താണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി 4 മലക്കുകളെ എഴുന്നേൽപ്പിക്കും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അലൈഹിസ്സലാത്തു വസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അവര് 4 പേരും ആദ്യമായി ലോകാവസാനത്തിന് ശേഷം ആദ്യം സംഭവിക്കുന്നവരുണ്ടാ. ലോകാവസാനത്തിന് ശേഷം ആദ്യം സംഭവിക്കുന്നവരുണ്ടാ. അവര് 4 പേരും എഴുന്നേൽക്കുമ്പോ ആദ്യമായി എഴുന്നേറ്റ ഉടനെ ആ മലക്കുകളെ പരസ്പരം പറയുമത്രേ. ലോകാവസാനത്തിന് ശേഷം എഴുന്നേൽക്കുമ്പോ ആ മലക്കുകളുടെ ആദ്യത്തെ അന്വേഷണം ഏതെന്നറിയോ? അയിന ഖബർ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? ഹബീബായ റസൂൽ എവിടെ? അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി എവിടെ? അല്ലാഹുവേ. ആ സമയത്ത് അല്ലാഹു പറയും, മലായികത്തുകളെ, ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ ഒരു പ്രകാശം വരുന്നത് കണ്ടോ? ആ പ്രകാശം വരുന്നത് എവിടെയാണോ? അവിടെയാണ് എന്റെ ഹബീബായ നബിയുടെ റൗളയെന്ന്. കേൾക്കുന്ന സഹോദരങ്ങളെ, തകർന്നടിഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗത്ത് എവിടെയോ ഒരു പ്രകാശ കിരണങ്ങളെ കണ്ടു. മലക്കുകൾ പറയും, കണ്ടു അല്ലാഹുവേ, അവിടെയാണ് എന്റെ നബി തങ്ങളുടെ റൗളയെന്ന്, അവിടെയാണ് എന്റെ നബിയുടെ ഖബറെന്ന്. സഹോദരങ്ങളെ, തകർന്ന് തരിപ്പണമായാലും, കോലം മറഞ്ഞാലും, പർവ്വതങ്ങളെ തകർന്നാലും, കടൽ പർവ്വതങ്ങളെ തകർന്നാലും, ഈ ഭൂമി കിടുകിടാ വിറച്ചാലും ഒരിക്കലും നശിക്കാത്ത കിടക്കുന്ന ഭാഗമേ ആ ഭാഗമാണ് ഖബറിൻ നബിയിൽ മുസ്തഫ. അവിടെ നിന്നാണ് പ്രകാശം വരുന്നത്. 4 മലക്കുകളും ആ പ്രകാശം വരുന്ന ഭാഗത്തെത്തും. ഓ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മീകായിലിനോട് പറയും, മീകായിലെ വിളിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ ഖബറിൽ നിന്ന് വിളിക്കുക. മീകായിൽ പറയും, ഞാൻ വിളിക്കുകയില്ല, എനിക്ക് വിളിക്കാൻ കഴിയില്ല. അസ്റായീലെ നിങ്ങൾ വിളിക്കുക, അസ്റായീലെ നിങ്ങൾ വിളിക്കുക. ലോകാവസാനത്തിന് ശേഷമാണിത്. അസ്റായീലെ നിങ്ങളല്ലയോ? ഏറ്റവും അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത് നിങ്ങളല്ലയോ? ഏറ്റവും അവസാനം റസൂലിനെ കണ്ടത് നിങ്ങളല്ലയോ? റൂഹ് പിടിച്ചത് നിങ്ങളല്ലയോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കുക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇല്ല ഇല്ല, ഓ ജിബ്രീലേ, നിങ്ങൾ വിളിക്കുക. നിങ്ങളല്ലേ നബിയുമായിട്ടേറെ ബന്ധമുണ്ടായിരുന്നത്. ഓ ഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളെയല്ലേ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങളല്ലേ നബി ഏറ്റവും കൂടുതൽ സന്ദർശിച്ചത്. ആദം നബിയുടെ അടുക്കൽ 14 പ്രാവശ്യം, ഇദ്രീസ് നബിയുടെ അടുക്കൽ 4 പ്രാവശ്യം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ 40 പ്രാവശ്യം, മൂസാ നബിയുടെ അടുക്കൽ 140 പ്രാവശ്യം, ഇബ്രാഹിം നബിയുടെ അടുക്കൽ 140 പ്രാവശ്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 24,000 പ്രാവശ്യം വന്നുപോയി. മുഖറബിൽ അംലാഖ് മലക്ക് ജിബ്രീൽ, ജിബ്രീലെ 24,000 പ്രാവശ്യം കണ്ട് നിങ്ങൾ സന്ദർശിച്ചു പോയതല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കുക. ഓ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുമത്രേ, കുംബീദിനില്ലാ കുംബീദിനില്ലാ. അല്ലാഹുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക.
സഹോദരങ്ങളെ ആ സമയത്താണ് മദീനയിലെ രാജകുമാരൻ കൽബിന്റെ നേടാവ് അല്ലാഹുവിന്റെ റസൂൽ റൗദയുടെ ഉള്ളിൽ നിന്ന് ഏതവസ്ഥയിലെന്നറിയോ സ്വന്തം മുടികളിൽ നിന്ന് മണ്ണിങ്ങനെ തൂത്തു മാറ്റി തുടച്ചു മാറ്റിക്കൊണ്ട് കബറിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതുകണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അന അവ്വലു മൻ യുബഅസു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത് എനിക്കായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാത്രമോ അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്നത് ഞാനായിരിക്കുമെന്ന് ആരാ പറഞ്ഞതെന്നറിയോ? العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك النبي النفور يا نبي سلام عليكم يا رسول سلام عليكم